നമസ്കാരം. നമസ്കാരം. സാറ് നമ്മുടെ RSS സർസംഘചാലക് മോഹൻ ഭഗവത്ജിയുടെ രണ്ട് പ്രസ്താവനകൾ അല്ലെങ്കിൽ രണ്ട് പരാമർശങ്ങൾ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സങ്കല്പത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം. രണ്ട്, ഖർവാപ്പസി, അതായത് സനാതനധർമ്മത്തിൽ നിന്നും അകന്നുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആദിവാസികളുടെ ഇടയിലുമൊക്കെ നടത്തുന്ന ശ്രമങ്ങൾ, അത് രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയുമായിട്ട് അദ്ദേഹം കണ്ടിരുന്നുവെന്നും അതിനനുകൂലമായ വിധത്തിൽ സംസാരിച്ചിരുന്നുവെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഇത് രണ്ടും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അല്ലാതെ ഈ രണ്ടും വളരെ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളാണ്. കാരണം ഇത് ഒന്ന്, അയോധ്യയിൽ നടന്നിട്ടുള്ള അയോധ്യയുടെ ഇന്നത്തെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ചമ്പത് റായിക്ക് കൊടുക്കുന്ന അവാർഡ് ദാന ചടങ്ങിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് പ്രതിഷ്ഠാ ദ്വാദശി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം തന്നെയാണ്. ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം തന്നെയാണ് സാംസ്കാരിക സ്വാതന്ത്ര്യം. നമുക്ക് ആദ്യം 1947 ലഭിച്ചതിനെ കുറിച്ച് പറയുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി എന്നുള്ളത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോടൊപ്പം തന്നെ സാംസ്കാരിക സ്വാതന്ത്ര്യം അനിവാര്യമാണ്. ദീർഘകാലങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മുഗളന്മാർ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഇന്ത്യയുടെ നമ്മുടെ മാനബന്ധുക്കൾ മുഴുവൻ നശിപ്പിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ നിന്നുള്ളൊരു മോചനമായിരുന്നു ശരി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം. അതുകൊണ്ടാണ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തത്. അതിനു വേണ്ടിയിട്ടാണല്ലോ RSS അതിൻ്റെ പ്രചാരകനായിരിക്കുന്ന ചമ്പത് റായിയെ 46 വർഷക്കാലമാണ് അതിനു വേണ്ടി നിയോഗിച്ചത്. അദ്ദേഹത്തിന് കൊടുക്കുന്ന അവാർഡ് ദാന ചടങ്ങിലാണ് സംസാരിച്ചത്. കൃത്യമായിട്ടുള്ള വളരെ ബോധപൂർവം നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയം എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ച്. പിന്നെ അതിനൊരു എതിർത്ത ആളുകളെ സംബന്ധിച്ച് അത് വളരെ രസകരമാണ്. അതിൻ്റെ എതിർത്ത ആരാ? ഒന്ന്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ. അതിന് മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു രസകരമായിട്ടുള്ള കമൻറ്റ് പാസാക്കി. ഈ വയസ്സുകാലത്ത് തമാശ പറയുന്നതിൻ്റെ കണക്ക് വേണ്ടേ? അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും മോഹൻ ഭാഗവതിന് നടക്കണമെങ്കിൽ അദ്ദേഹത്തിന് അനുവാദം വേണം അത്രേ. ഇത് എവിടെന്നാ മല്ലികാർജ്ജുൻ ഖാർഗെ മനസ്സിലാക്കിയത്? ഈ തരം പമ്പര വിഡ്ഢിത്തരങ്ങളെല്ലാം പറയാമോ? മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ, മല്ലികാർജ്ജുൻ ഖാർഗെ ആരെങ്കിലും എവിടെയെങ്കിലും പോകണ്ടെന്ന് തീരുമാനിച്ചാൽ അതൊന്നും നടക്കൂല. കാരണം മോഹൻ ഭാഗവത് നേരെ മറിച്ചു എന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ, മോഹൻ ഭാഗവത് വിചാരിക്കണ്ട ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു RSSന്റെ BJPയുടെ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൽ കയറ്റാൻ തീരുമാനിച്ചാൽ അവിടെ ആയിരിക്കും വലിയ വിഷയം വരാൻ പോണത്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കൂടെ ഒരാളും ഉണ്ടാവില്ല. നല്ല നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞും ഉണ്ടാവില്ല. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്നത് ഒരിക്കലും കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പ്രസിഡന്റ് അല്ല, കോൺഗ്രസ്സുകാരൻ നേതാവല്ല. അദ്ദേഹം കൃത്യമായിട്ട് സോണിയ കുടുംബത്തിന്റെ, നെഹ്റു കുടുംബത്തിന്റെ നോമിനി മാത്രമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. തെരഞ്ഞെടുത്ത് മീൻസ് തെരഞ്ഞെടുത്ത് ഒരു ഗിമ്മിക്കിലുള്ള തെരഞ്ഞെടുപ്പാണ്. അത് കോൺഗ്രസിൽ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ആ കോൺഗ്രസിൽ വർക്കിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വർക്കിംഗ് കമ്മിറ്റി ആരെങ്കിലും ഇലക്ഷൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? അങ്ങനെയല്ലോ, പലരും അല്ലല്ലോ. അതിനകത്തിന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രസ്താവനകളൊക്കെ വരുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന? രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ ആളാന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയുള്ള പ്രസ്താവനകൾ, ഇത്തരം പ്രസ്താവനകളാണ് അദ്ദേഹത്തിന് വരുന്നത്. അദ്ദേഹം ഒരു വിഷയം ഗൗരവമായിട്ട് എടുക്കുന്ന ആളാണെന്ന് ആരും പറയുന്നില്ല. കുടുംബത്തിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല. കാരണം കോൺഗ്രസ്സുകാർ അത്തരം നെഹ്റു കുടുംബത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രസിഡന്റുമാരെ വെക്കാറുണ്ട്. അതിലൊന്നാണ് ഇദ്ദേഹം. ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് മുമ്പ് വെച്ചിരുന്ന ഒരാള് DK ബറൂവിയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരയാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളിയാ പറഞ്ഞ്. അങ്ങനെ കുറിച്ചിട്ട് ജയപ്രകാശ് നാരായണൻ പറഞ്ഞത് ബോറൻ ബറുവ എന്നാ പറഞ്ഞേ. ബോറൻ ബറുവ. ഈ തരത്തിൽ വേറൊരു ബോറൻ ബറുവയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവനയ്ക്ക് മോഹൻ ഭാഗവതിന് ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അനുവാദം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹാസ്യമായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയെ തുടർന്ന് പിന്നീട് എന്തെങ്കിലും വിശദീകരണങ്ങൾ ഭഗവത് നടത്തിയതായിട്ട് അറിയാമോ സാറിന്? ഇല്ല. ഒന്നും അതിന് ആവശ്യമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് സാധാരണ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തില്, ബൗദ്ധിക്കില്, പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ ഒരു വാക്ക് മാത്രമാണ്. ഈ വാക്കിനപ്പുറത്ത് അതിനകത്ത് യാതൊരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നോ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയാണോ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞ് എന്റെ ഫൈറ്റ് സ്റ്റേറ്റിനെതിരായിട്ട് ആണെന്ന് പറഞ്ഞ പുള്ളിയാണ്. ഈ അടുത്ത അവസരത്തിൽ നടത്തിയ ഒരു പ്രസ്താവന അല്ലേ, കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇത് ഞങ്ങൾ നടത്തുന്ന സ്റ്റേറ്റിനെതിരായിട്ട് ഉള്ള സമരം എന്നാ പറഞ്ഞ്. അദ്ദേഹം എങ്ങനെ പാർലമെന്റിൽ വന്നത്? ഒരു ചെറിയ ഭരണഘടന പിടിച്ചുകൊണ്ടാണ്. ഈ കൊച്ചു ഭരണഘടന എന്ന് പറഞ്ഞ എന്താണ്?
1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതി നടത്തിക്കൊണ്ട് അവർ അതിന് ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പേരിട്ടത്. ഈ ചെറിയ ഭരണഘടന പിടിച്ചുകൊണ്ടാ രാഹുൽ ഗാന്ധി വന്നത്. ഈ രാഹുൽ ഗാന്ധി വെച്ചു പിടിച്ച കൊച്ചു ഭരണഘടനയ്ക്ക് അംബേദ്കർ ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയായിട്ട് പുലബന്ധം പോലും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി കയറിയിട്ട് ഇദ്ദേഹത്തെ വേറെ ഏതെങ്കിലും രാജ്യത്താണ് ഈ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാല് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയായിരുന്നെങ്കിൽ ശരിയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ മാതിരി നടപ്പിൽ വന്നേനും. അടിയന്തരാവസ്ഥയായിരുന്നുവെങ്കിൽ ആരെങ്കിലും മിസ് അനുസരിച്ചിട്ട് അറസ്റ്റ് ചെയ്യാം. 1971 മിസാ നിയമം വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കോടതി പോകാൻ സാധിക്കില്ല, നിങ്ങൾക്ക് എവിടെയും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അറസ്റ്റ് ചെയ്ത് കോൺഗ്രസ്സുകാരായിരുന്നു ഭരണമെങ്കിൽ ഇതൊക്കെ നടപ്പിൽ വന്നേനും. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നിർഭാഗ്യത്തിന് ഇന്ന് ഭരിക്കുന്ന കോൺഗ്രസ്സൊന്നും അല്ലല്ലോ, BJP ആണല്ലോ ഭരിക്കുന്നത്. അവരത്തരത്തിൽ ഒരു അനൗചിത്യം കൊണ്ടുവരാൻ യാതൊരു സാധ്യതയില്ലല്ലോ. പറ്റിയുള്ള ടാഗോറിന്റെ ഒരു സങ്കല്പം തുടങ്ങുന്നതിന് ഇവിടെ നിർഭയമാകുന്നു മാനസം എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് അത് പറയുന്നത്. ഗോൾഡൻ ചാരിറ്റിൽ അദ്ദേഹം പറയുന്നത് എവിടെയാണ് നിർഭയത്വമുള്ളത് അവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത്. ഇതൊക്കെ വായിക്കാൻ എവിടുന്ന് രാഹുൽ ഗാന്ധിക്ക് സമയമുള്ളത്? അഥവാ വായിച്ച എവിടുന്ന മനസ്സിലാവുക? അദ്ദേഹത്തിന് ഏതോ ചില ആളുകൾ ചില വിദേശത്തിരുന്ന് കൊണ്ട് ചില ടിപ്സ് അദ്ദേഹത്തിന് കൊടുക്കും. ആ ടിപ്സ് ഇവിടെ പറയുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് യാതൊരു പ്രാധാന്യവും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതെന്നുള്ള വിധത്തിലുള്ള പ്രസ്താവനകൾ അപക്വമായിട്ടുള്ള പ്രസ്താവനയാണ്, വിവരക്കേടിന്റെ പ്രസ്താവനയാണ്. ഇതിനകത്ത് അറസ്റ്റ് ചെയ്യാൻ എന്താണ് അതിനകത്തുള്ളത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. അതൊന്നുള്ളത്. മറ്റൊന്നുള്ളത്, മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയ്ക്കകത്ത് എന്താണ് തെറ്റെന്നുള്ളതാണ് പ്രശ്നം. ആ പ്രസ്താവന ന്യായമല്ലേ? കാരണം കാലങ്ങളായിട്ട് ഒരു രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ മാനബിന്ദുക്കളെ നശിപ്പിച്ച, അങ്ങനെയാണല്ലോ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചത് ഇന്ത്യ ഗവൺമെന്റ് ആണല്ലോ സ്ഥാപിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. അന്ന് സർദാർ വല്ലഭായ് പട്ടേലാണല്ലോ നേതൃത്വം കൊടുത്തത്. അന്നത്തെ രാഷ്ട്രപതിയായിരിക്കുന്ന ബാബു രാജേന്ദ്ര പ്രസാദ് ചടങ്ങിൽ പങ്കെടുത്തല്ലോ. ഇവരൊക്കെ പങ്കെടുത്തത് നടത്താൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോമനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഭാരതത്തിന്റെ മാനബിന്ദുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാർ ഉദ്ദേശിക്കുന്നത് ഈ അടിമത്തത്തിന്റെ പ്രതീകമായിരുന്ന ചില സ്ഥാനങ്ങൾ മാറിയേ മതിയാവൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യപ്പെട്ട അത് മാറിയേ മതിയാവൂ എന്ന് മാത്രമല്ല, മോഹൻ ഭാഗവതിന്റെ ഏറ്റവും പക്വമായിട്ടുള്ള പ്രസ്താവന ഇവർ തിരിച്ചറിയേണ്ടത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കല്ലുകൾ തിരയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മോഹൻ ഭാഗവത്. തീർച്ചയായിട്ടും. അല്ലാതെ കണ്ട് ഒരിക്കലും ഒരു മതത്തിന് വേണ്ടിയിട്ടോ അതിൻ്റെ വക്രതയ്ക്ക് വേണ്ടിയിട്ടോ രാജ്യദ്രോഹപരമായിരിക്കുന്ന പ്രസ്താവനകളോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഇല്ലാത്തൊരു ഒരു മഹാമനീഷിയാണ് മോഹൻജി ഭാഗവത്. അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരിക്കലും ഈ വഴിവിട്ട രീതിയിലുള്ള വാക്കൊന്നും വരില്ല. വളരെ ആസൂത്രിതമായിട്ട് വന്നതാണ്. അത് അദ്ദേഹം കൃത്യമായിട്ട് പഠിച്ചിട്ട് വന്നതാണ്. ഈ തരത്തിൽ നുണപ്രചരണങ്ങളൊക്കെ ഒരുപാട് നടത്തിയെന്ന് വിചാരിച്ചിട്ട് അതൊന്നും മോഹൻ ഭാഗവതിനെ ഏക്കില്ല. അതെ, നമ്മുടെ ഖർവാപ്പസിയെ പറ്റിയുള്ളതാണെങ്കിൽ അത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിനിശ്ചിതമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ദൈവിക പത്രത്തിൽ ഒരു മുഖപ്രസംഗം തന്നെയുണ്ട്. അതിനിശ്ചിതമായി ഈ മോഹൻ ഭഗവത്ജിയെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. പ്രണബ് മുഖർജി അങ്ങനെ പ്രസ്താവന തന്നെ അങ്ങനെ പറയാൻ അറിഞ്ഞെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറയേണ്ടിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഏതോ പ്രസ്താവന വളച്ചൊടുക്കുകയാണ്. ഇത്തരത്തിൽ ആ പ്രസ്താവന തന്നെ അനുചിതമാണെന്നൊക്കെ പറഞ്ഞ് അത് നിശ്ചിതമായ വിധത്തിൽ കാത്തലിക് ബിഷപ്പ്. അതെ, ദീപിക പത്രത്തിലെ എഡിറ്റോറിയൽ ഞാനും വായിച്ചിരുന്നു. ദീപിക പത്രത്തിന് ഇങ്ങനെയൊക്കെ എഴുതാനുള്ള അവകാശമുണ്ട്. ഒരു 10 കൊല്ലത്തിന് മുമ്പായിട്ട് കേരളത്തില് ദീപിക പത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവൻ TVയും രാഷ്ട്രദീപികയും കൂടി ഫാരീസ് അബൂക്കർ വിറ്റ് തൊലച്ചിട്ടുള്ള അറക്കൽ ബിഷപ്പ് അറക്കല്, ഞാൻ അയാൾ പിതാവൊന്നും വിളിക്കുന്നില്ല, ഇയാളുടെ ഒരു പാരമ്പര്യമാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ഈ ദീപികയുടെ പാരമ്പര്യം ശരിക്കതാണ്. അത് ഇവർ ഫാരീസ് അബൂക്കറിനോട് കണ്ട് അടിയറ വെച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഇതിൽ മാത്രമല്ലല്ലോ. ഞാൻ വേറൊന്ന് പറയട്ടെ, ഇന്ത്യയിൽ വഖഫ് നിയമം വന്നു. ആ വഖഫ് നിയമം വന്ന ഏത് വർഷത്തിലാണ്? 1995 അതിന് അമെൻമെന്റ് വന്നു 2013. ഇതൊക്കെ അറിയാമായിരുന്നല്ലോ ദീപികയ്ക്ക്. ദീപിക ഒരു എഡിറ്റോറിയല് വഖഫ് നിയമത്തിനെതിരായിട്ട് അക്കാലത്ത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ ദീപിക പത്രത്തെ സംബന്ധിച്ചും ഈ പറയുന്ന ഖർവാപ്പസിയെ എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ചും നിശ്ചിതമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളുടെ വടക്കുകിഴക്കൻ ഏരിയയിൽ പ്രദേശത്ത് നടക്കുന്ന മതപരിവർത്തന നിമിത്തം രാജ്യദ്രോഹികളായിരിക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്ന പണി തന്നെയാണ് ഈ പറയുന്ന പാതിരിമാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറിയ ഉദാഹരണം പറയാലോ. ഇപ്പൊ മണിപ്പൂരിലാണ് സംഭവം. എന്താ മണിപ്പൂരിൽ എന്താ ഒരു സംഭവം? മണിപ്പൂരിൽ നൂറ്റാണ്ടുകളിൽ നടക്കുന്ന വംശീയ കലാപമാണ്. അതെ, തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തുടർച്ചയാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഇത് രാജ്യദ്രോഹം എന്ന് വിളിക്കാൻ കാരണം. നാഗാലാൻഡിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി 1972 എൻ്റെ ഓർമ്മ. അതാണ് 1981 സംശയമുണ്ട്. അവരോട് യാത്ര നടത്തി. ആ സമയത്തോട് നിറച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യൻ ഡോഗ്സ് ഗോ ബാക്ക് എന്ന പ്രസ്താവന ഉണ്ടായിരുന്നത്. അത് ചെയ്യിച്ചില് ക്രൈസ്തവ പാതിരിമാർക്ക് പങ്കില്ലേ?
കാരണം 95% വരുന്ന ആളുകൾ ക്രൈസ്തവരാണ് അവിടെ അധിവസിക്കുന്നത്. ഈ പറയുന്ന ക്രൈസ്തവ പാതിരിമാരായിരിക്കുന്ന ആളുകൾ ചില വിദേശ ശക്തികളുടെ പിന്തുണയോടുകൂടിക്കൊണ്ട് ഈ തരത്തിൽ ചില പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെ തടയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഫാരീസ് സബൂക്കിനെ എതിർക്കാൻ പറ്റാത്തതും ഇവർക്കൊരിക്കലും വഖഫ് ബോർഡിന്റെ നിയമത്തെ എതിർക്കാൻ പറ്റാതെ വരുന്നതിനൊക്കെ കാരണം ഈ തരത്തിൽ ചില വീക്ക്നെസ് ഈ പറയുന്ന പാതിരിമാരുടെ കയ്യിലും ബിഷപ്പുമാരുടെ കയ്യിലും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഭരണകൂടം മാർപ്പാപ്പയെ ഇന്ത്യ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുകയും ക്രൈസ്തവ സമൂഹവുമായിട്ട് അടുക്കാനുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുമായിട്ടൊരു സ്നേഹത്തിൻ്റെ പാലം നിർമ്മിക്കാൻ എന്ന് പറയുകയും BJP നേതൃത്വം എന്ന് പറയുന്ന അതിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് ക്രിസ്മസ് പോലുള്ള വിഷയങ്ങളിൽ അവരെ കൂടുതലായി സംവദിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അല്ല, അതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ ക്രൈസ്തവ സമൂഹത്തെ അല്ല തള്ളി പറയുന്നത്. ക്രൈസ്തവരിൽ സാധാരണ അൽമായരെ തള്ളി പറയുന്നത് ഇവിടുത്തെ ബിഷപ്പുമാരും പാതിരിമാരുമാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറയാലോ. ഇപ്പം ഇവിടുത്തെ അൾത്താര ആഭിമുഖം വേണോ, ജനാഭിമുഖം വേണോ, കുർബാന, ഈ പ്രശ്നം വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നം കേരളത്തിലെ പാതിരിമാര് ആസൂത്രണം ചെയ്തുണ്ടാക്കിയിട്ടുള്ള പ്രശ്നമാണ്. ഇതല്ലല്ലോ ചർച്ച നടത്തേണ്ടത്. മറിച്ച് വഖഫുകാര് പാവപ്പെട്ട മുനമ്പത്തെ ക്രിസ്ത്യാനികളുടെ ഭൂമിയാണ് പിടിച്ചടക്കിയിരിക്കുന്നത്. അതിൽ അൽമായർക്ക് വേണ്ടി ഇവർ വാദിക്കുന്നില്ലല്ലോ. ഇവർ വാദിക്കുന്നത് ഇവരുടെ എങ്ങോട്ട് നോക്കിയിട്ട് കുർബാന വേണമെന്നുള്ള പ്രശ്നമൊക്കെയാണ് ഇവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ മോഹൻ ഭഗവത്ജിയുടെ ഈ 2 പരാമർശങ്ങളെ പറ്റിയുള്ള വിമർശനം എന്ന് പറയുന്നത് തികച്ചും നിക്ഷിപ്ത താല്പര്യത്തോടു കൂടിയാണെന്നാണ്. തീർച്ചയായിട്ടും ഇവർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. ആ വിമർശിക്കുന്ന സമയത്ത് തന്നെ ഇവർ സാധാരണ നേരത്തെ ജോസഫ് പാറക്കാട്ടിലിനെ പോലെയുള്ള മഹാരഥന്മാരായിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള പോലെ ഭാരതവൽക്കരണം തന്നെയാണ് അതിൻ്റെ പരിഹാരമുള്ളത്. ഭാരതത്തിൽ ജീവിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും കൊള്ളാം, അവർ നാടിനെ സ്നേഹിക്കുകയും നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുകയും അതിന് എതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഇത്രയേറെ മതസഹിഷ്ണുതയുള്ള ഒരു രാജ്യം വേറെയില്ല, ലോകത്തിൽ എവിടെയില്ല. ഇവിടെയുമില്ല. ഇത് മനസ്സിലാക്കാവുന്ന വസ്തുത ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന അവർക്ക് സാധാരണ ക്രിസ്ത്യാനിക്ക് ഇത് അറിയാം. തീർച്ചയായിട്ടും പല അച്ഛന്മാർക്കും അറിയാം, പല ബിഷപ്പുമാർക്കും ഇത് അറിയാം. മനസ്സിലാവാത്ത വേറെ ചില ആളുകളാണ്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന ന്യായമാണ്, നീതിയുക്തമാണ്, അനിവാര്യമാണ്. ശരി സാർ. ശരി.